മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ പ്രവണത കൂടിയല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ? ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളത് ആദ്യം ഒന്ന് മറന്നേക്കുക. കേരളത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും തെളിവ് തരാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ നിങ്ങൾക്കും നമ്മൾക്കും എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ സാക്ഷരത കേരളത്തിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കണം. തെളിയിച്ച് 1 വർഷത്തെ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക, ഇങ്ങനെ ഒരുപാട് ശിക്ഷകളുണ്ട്. ഇതെല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അതിനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ഇനി നിങ്ങളുടെ ദൃശ്യം, നിങ്ങൾ കാണിക്കുന്ന ദൃശ്യവും ആ ദൃശ്യം എടുത്ത വ്യക്തി ഇപ്പോൾ നമ്മളോട് പറഞ്ഞതും കേൾക്കുമ്പോൾ ഏതാണ്ട് മോരും മുതിരയും പോലുള്ള തെളിവുകളാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതെടുത്തു വെച്ച് വ്യാഖ്യാനിക്കാൻ ഞാനൊരു പോലീസ് ബുദ്ധി ഒന്നുള്ള ആളല്ല. മോരും മുതിരയും എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? എനിക്ക് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു മോരും മുതിരയും കിടക്കുന്നത് പോലെയുള്ള വ്യത്യസ്തമായ ഒരു തോന്നിയില്ല. താങ്കൾക്ക് തോന്നികളെ ചൂണ്ടിക്കാണിക്കാം. 4 വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് 4 വാഹനങ്ങൾ വരുന്നതിനാണ് ഇവർ വന്നതെന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ പറയുന്നു. കറക്റ്റാണ്. 4 വാഹനത്തിന്റെ 5ാമത്തെ വാഹനത്തിലാണല്ലോ ഇവരിയ്ക്കുന്നത്. ഈ 5ാമത്തെ വാഹനത്തിൽ ഇരുന്നിട്ട് 4 വാഹനത്തിന് മുമ്പിൽ ഒരു വീട്ടിൽ ഒരു ലേഡി പോയിട്ട് പൈസ കൊടുക്കുന്ന 5ാമത്തെ വാഹനത്തിൽ ഇരുന്ന ആള് സൈഡിൽ കൂടെ പോയിട്ട് അവിടെ പോയി അവർ കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറുകയും ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ ഈ കൊടുക്കാൻ പോകുന്നവർ, കളവ് ചെയ്യുന്നവര്, കൈക്കൂലി കൊടുക്കാൻ പോകുന്നവർ, കളവ് ചെയ്യുന്നവര് അവരത്രയും ബുദ്ധിശൂന്യരാണോ? അവരതിന്റെ ഒരു പ്രിക്വേഷൻ എടുത്തല്ല പോകത്തുള്ളൂ. ശ്രീ അജയ്കുമാർ ഒന്ന് പറഞ്ഞോട്ടെ. ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു മിനിറ്റ് ശ്രീ അജയ്കുമാർ, അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 വാഹനങ്ങളുടെ പിറകിലാണ് ഇവരുടെ വാഹനം നിൽക്കുന്നത്. ആദ്യം ശോഭാ സുരേന്ദ്രൻ ആ വീട്ടിൽ പോകുന്നു എന്നാണ് അയാൾ പറയുന്നത്. അവരെ കാണുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ശേഷം ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഒരു സ്ത്രീ എന്തോ ബാഗ് മറച്ചു പിടിച്ചുകൊണ്ട്, ചുരിദാർ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവർക്ക് സംശയം തോന്നിയപ്പോൾ ഇവർ 5ാമത്തെ കാറിന്റെ ബാക്കിലാണല്ലോ നിൽക്കുന്നത്, അവിടെയാണല്ലോ വീടുള്ളത്. അവരവിടെ കൊണ്ട് പണം കൊടുക്കുന്നത് അവർ കാറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്തു. അയാൾ അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു പറയുന്നു. ഇതെല്ലാം അയാൾ പറഞ്ഞ അറിവാണ്. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഇയാൾ അവിടെ നേരെ ചെല്ലുന്നു. ഈ സ്ത്രീയുടെ മുന്നിൽ വെച്ച് തന്നെ മറ്റേ പ്രായമായ സ്ത്രീക്ക് പണം കൊടുത്തത് അവരുടെ കൈ നൂത്ത് ആ പണമടക്കമുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ തിരിച്ചു വന്ന് കാറിൽ കയറുന്നു. ഇതിൽ പറഞ്ഞതിനകത്ത് എവിടെയാണ് ഒരു അസ്വാഭാവികതയെ സംശയം? എനിക്കൊന്നും തോന്നിയില്ല. താങ്കൾക്ക് തോന്നിയെങ്കിൽ അല്ല, താങ്കൾക്ക് തോന്നാത്തത് എന്താണെന്നോട് എന്നെ പറയാൻ അനുവദിക്കണം. എന്തുകൊണ്ടാണ്? അതായത് ഈ 5 വാഹനങ്ങളിൽ ഒരു 5 വാഹനങ്ങൾ കോൺഗ്രസ് ആണ് പോകുന്നത് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ LDF ആണ് പോകുന്നിരിക്കട്ടെ. 6ാമത്തെ ഒരു വാഹനത്തെ നിരന്തരം അവരെ പിന്തുടരുന്നു എന്ന് മുമ്പിൽ പോകുന്ന വാഹനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ 6ാമത്തെ വാഹനത്തെ അവർ ശ്രദ്ധിച്ചേ പോകത്തുള്ളൂ. അല്ല, അവർ പിന്തുടരുന്നല്ലോ ശ്രീ അജയ്കുമാർ. അവർ ആ വഴി വന്നപ്പോൾ ഈ റോഡിൽ ബ്ലോക്കാക്കി 5 വാഹനങ്ങൾ കിടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അവര് പിന്തുടരുവായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രനല്ലേ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇതിനകത്ത് പിടിക്കപ്പെട്ട ആൾ പറയുന്നതും ഈ ചെയ്ത ആൾ പറയുന്നത് ഞങ്ങളുടെ വാഹനം വന്നപ്പോൾ ഫ്രണ്ടിൽ ബ്ലോക്കായി 5 വാഹനം കിടക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു വീട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ കുറ്റവാളിയാക്കി കഴിഞ്ഞു. പിടിക്കപ്പെട്ട ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ കുറ്റവാളിയാക്കിയല്ലേ? ദൃശ്യങ്ങളിനകത്ത് ശോഭാ സുരേന്ദ്രൻ പറയുന്നതിൽ ചില പൊരുത്തക്കേടുകൾ. പിടിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ കുറ്റവാളിയായി കഴിഞ്ഞു. സുഹൃത്തെ, ഇത് പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ പറയാൻ അനുവദിക്കണം. ഈ 2 ദിവസക്ക് മുമ്പ് വളരെ വളരെ വിഷമത്തോടുകൂടി ഞാനൊരു വാർത്ത വായിച്ചതാണ്. പാലക്കാട് പല സ്ഥലങ്ങളിലും, അതായത് ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ വിവരങ്ങൾ മറ്റു മാധ്യമങ്ങൾ എന്നല്ല, മാധ്യമങ്ങൾ പറയുമ്പോൾ അവരുടെ ജാതിയെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന് ശോഭാ സുരേന്ദ്രന്റെ ജാതി പ്രൊജക്ട് ചെയ്യുന്നു? കാരണം മറ്റുള്ള ഉയർന്ന ജാതി എന്ന് നമ്മൾ പറയപ്പെടുന്നത്, എനിക്കങ്ങനെ ഒന്നുമില്ല. അവര് ശോഭയ്ക്ക് വോട്ട് ചെയ്യണ്ടെങ്കിൽ അത് പോട്ടെ, ആരെങ്കിലും ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുകയോ ജാതി പറഞ്ഞ് വോട്ട് ചെയ്യുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ പരാതി കൊടുക്കാവുന്നതാണ്. അല്ലല്ല, ശോഭാ സുരേന്ദ്രൻ ഇന്ന ജാതിയാണ് എന്ന് പറഞ്ഞു കരുതി ആരെന്തെങ്കിലും പറയാൻ കഴിയില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ അവർ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്, ഇന്ന മതത്തിൽപ്പെട്ട ആളുകളാണെന്ന് എല്ലാവരും പറയില്ലേ?
ശോഭാ സുരേന്ദ്രന്റെ കാര്യം മാത്രം. ശോഭാ സുരേന്ദ്രൻ ഇന്ന ജാതിയിലെ ഉയർന്ന വ്യക്തിയാണ്, ഇന്ന ജാതി അവിടെ പ്രൊജക്ട് ചെയ്ത്. അതേ ശ്രീ അജയ്കുമാറെ, കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും എല്ലാ പാർട്ടികളുടെയും ആളുകൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്, മതത്തിൽപ്പെട്ട ആളുകളാണെന്നൊക്കെ വാർത്തകളടക്കം വരാറില്ലേ? അത് സ്വാഭാവികമല്ലേ? ഒരു വിഷയം കൂടെ ഇതിനോടനുബന്ധിച്ചൊന്ന് പറയാൻ അനുവദിക്കണേ. ആസാമിലും ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. നമുക്ക് അത്രയും ഒന്നും പോകാൻ സമയമില്ല ശ്രീ അജയ്കുമാർ. നമുക്ക് തൽക്കാലം ഈ വിഷയത്തിൽ നിൽക്കാം. ശരി, ഓക്കെ. താങ്കൾ ഒരു വിഷയം കൂടി അനുവദിച്ചു. ശ്രീ ജയനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഈ ദൃശ്യങ്ങളാണോ ശരിയായിട്ടുള്ളത്? ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും അത് നിഷേധിക്കുന്നു. എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് പറയാം. നിങ്ങളുടെ മുഖത്തിന്റെ പുഞ്ചിരി കാണുമ്പോഴേ വളരെ സന്തോഷം. എന്താണ്, ഞാൻ സ്ഥിരമായി ചിരിച്ചോണ്ടല്ലേ നിൽക്കുന്നത്? അല്ലല്ല, ഇന്ന് പ്രത്യേകതയുണ്ട്. PR വർക്ക് കറക്റ്റ് ആയിട്ട് നടക്കണ്ടേ. ആരുടെ PR വർക്കാണ് എന്നുകൂടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. നിങ്ങൾ ഇപ്പോഴേ തന്നെ തീരുമാനിച്ചല്ലോ ശോഭാ സുരേന്ദ്രൻ കുറ്റക്കാരിയാണെന്ന്. ഞാൻ ശോഭാ സുരേന്ദ്രൻ കുറ്റക്കാരിയാണെന്ന് എവിടെയും പറഞ്ഞില്ല. തൊട്ട് മുമ്പാന്റെ പറഞ്ഞു നിങ്ങൾ പിടിക്കപ്പെട്ടു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടായിരുന്നു. ആ തെറ്റ് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇതിൽ നിൽക്കുന്ന ഒരാൾ അയാൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, മറ്റയാൾ പറയുന്നതാണോ? മറ്റയാൾ പറഞ്ഞ കാര്യത്തിൽ എവിടെയെങ്കിലും മോരും മുതിരയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ദൃശ്യങ്ങൾ എടുത്തയാൾ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും അസ്വാഭാവികത എനിക്ക് തോന്നിയില്ല, നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ചൂണ്ടിക്കാണിക്കാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പാലക്കാടിൽ കോൺഗ്രസിന്റെ MLA ഉണ്ട്, ബലാത്സംഗ കേസിൽ പ്രതിയായി. അല്ല, അത് പോട്ടെ, അത് വേറെ കാര്യം തന്നെ പറയണം. നിങ്ങൾ കേൾക്കോ? കോൺഗ്രസിന്റെ ഒരു മെമ്പർ ഉണ്ട്, എവിടെയാന്ന് തന്നെ അറിയില്ല, ഒളിവില. പിന്നെ ഒരു മുൻ മെമ്പറാണ് അജണ്ട അങ്ങനെയല്ല ശ്രീ ജയൻ, രാഹുൽ മാങ്കൂട്ടം അവിടുത്തെ ഒരു മെമ്പറുണ്ട്. ഇവർ രണ്ടുപേരും ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ് നമ്മൾ. അതിനെ ആ ചർച്ചയിലൊക്കെ ഞങ്ങളെടുത്ത നിലപാടുകളും താങ്കൾ മുൻ ലക്കങ്ങളൊക്കെ കിടപ്പുണ്ട്, എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എന്തായാലും അതല്ല വിഷയം. ഇപ്പോൾ വിഷയം അവിടെ ശോഭാ സുരേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ആ പണം കൊടുത്തയാളിനെ എന്റെ കാറിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അത് തെറ്റാണെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ആ ദൃശ്യങ്ങൾ ഇനി AI ആണോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. ആ കാര്യം ഞാൻ കുറച്ച് കൃത്യമായി അറിയില്ല എന്ന് പറയും. ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ അവിടെ ഇറക്കിക്കുന്ന ഒരു അജണ്ടയാണത്. അതുകൊണ്ട് വേറെ യാതൊരു രോഗമില്ല. ശോഭാ സുരേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിക്കും. പിഷാരടിക്ക് വീട്ടിൽ പോയിരിക്കാം. അതന്നെ ഉണ്ടാവും മോണുള്ള പാലക്കാട്. ജനങ്ങൾ തീരുമാനിക്കും. ആ ചാനലുകാർ തീരുമാനിക്കേണ്ട, പാലക്കാട് ജനങ്ങൾ തീരുമാനിക്കും. നേട്ടമില്ല, അതൊക്കെ ജനമാണ് തീരുമാനിക്കേണ്ടത്. പാലക്കാട് ജനങ്ങൾ തീരുമാനിക്കും അത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പറയാൻ അവസരം കിട്ടിയെന്നും കൂടി പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.